ഗൈസ്, വെൽക്കം ബാക്ക് ടു എവരിത്തിങ് വിത്ത് ബേബി. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കാറ് കിട്ടും. നമ്മുടെ കാർ അങ്ങനെ ഫൈനലി റെഡി ആയെന്ന് പറഞ്ഞ് ഡീലർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ ലോൺ കാറ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്വന്തം കാറുമായിട്ടാണ് നമ്മൾ തിരിച്ചു വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു ഇവിടുത്തെ സമയം ഒരു 2 PM ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് നിബിൻ ഇന്ന് ഹാഫ് ഡേ ലീവൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ രാജ്മ ചാവലിൻ്റെ കറിയാണ് കേട്ടോ. അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണം. കാരണം രാവിലെ ആണല്ലോ നമ്മുടെ ഈ മെയിനായിട്ടുള്ള ഐറ്റംസൊക്കെ നടക്കുക, ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് വന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അതെല്ലാം അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്നും പറയണ്ട ഗൈസ്, ഒന്നും പറയണ്ട. നമ്മുടെ കാപ്പി തിളച്ച് ചാടിപ്പോയി. ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഇത് ഗ്യാസ് സ്റ്റവ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അത്ര പരിചയമായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എപ്പോൾ ചായ ഉണ്ടാക്കിയാലും ഇതുപോലെ തിളച്ച് ചാടിപ്പോവും. എന്നിട്ട് ഇങ്ങനെ പിടിക്കും. നമ്മുടെ ഹോട്ട് പ്ലേറ്റ് പോലെയാണല്ലോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്നുള്ളത് പറയണം. ഇനി ഇത് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഫുൾ ഉരയ്ക്കണം. അപ്പോൾ അങ്ങനെ ഉരച്ചാൽ നമുക്ക് സ്ക്രാച്ചസും വീഴുമല്ലോ. അപ്പോൾ അതുകാരണം എനിക്ക് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നെ. ഇവിടെ പാത്രങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലാണ് നമ്മുടെ ചായ ആറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് സാധനങ്ങൾ അന്ന് നമ്മൾ കയറ്റി വിട്ടത് ഇതുവരെ ആയിട്ടും സിംഗപ്പൂരിൽ നിന്ന് പോന്നിട്ടില്ല. ഇന്നത് സിംഗപ്പൂരിൽ നിന്ന് കയറുന്നതാണ്, ഷിപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഒരു 4 weeksനുള്ളിൽ നമുക്കത് കിട്ടുമായിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഐറ്റംസും പാത്രങ്ങളും ഒക്കെ നല്ലപോലെ ആകും. അതുവരെ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഇവനോട് പറഞ്ഞു അപ്പം ചുടാൻ പറഞ്ഞേ. ഞാൻ നോക്കുമ്പോ ദോശ പരത്തുന്നുള്ള അപ്പത്തിന്റെ മാവ് ഒഴിച്ചിട്ട് പരത്തുക. ആ ദോശ എവിടെ? തട്ടുദോശയൊന്നുമല്ല, തട്ടുദോശ നല്ല കട്ടിയിലായിട്ടത്. അത് അവനെ കൊണ്ട് തന്നെ തീറ്റിക്കാൻ പോകും. അപ്പൊ നമ്മൾ ഇന്ന് കാറ് വാങ്ങിക്കാൻ പോവാണ്. നമ്മൾ ഉച്ച കഴിയുമ്പോൾ അങ്ങ് ചെല്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അവർ കാറിന്റെ ഇൻഷുറൻസ് ഒക്കെ എടുത്തു. കാർ ആക്ച്വലി നേരത്തെ വന്നു, പക്ഷെ അതിന്റെ കുറച്ച് പെയിന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് താമസമെടുത്താണ്. എന്നാലും അവർ പറഞ്ഞതിനേക്കാളും ഒരു 2 ആഴ്ച ലേറ്റായി. അതുകൊണ്ട് നമുക്ക് അവര് ഒരു ലോൺ കാർ തന്നിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കുറെ ബുദ്ധിമുട്ട് വന്നു കേട്ടോ. നമ്മൾ റെന്റിന് കാർ എടുത്തു. നമുക്ക് അവസാനം പിന്നെ വീണ്ടും ഡിലേ ആകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ ലോൺ കാർ ആയെന്ന് പറഞ്ഞത്. ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് കാറില്ല, ഒരു കാർ വേണം. ചിലപ്പോൾ അവർ റെന്റൽ കാർ എടുക്കാതെ തന്നേനെ. എനിവേ സർവീസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ഈ ഡിലേ വന്നത് അവരുടെ കുഴപ്പമല്ല, അത് ആ ബ്രാൻഡിന്റെ ഷിപ്മെന്റ് ഇവിടെ വരാനായിട്ട് വന്ന ഡിലേ ആണ്, അല്ലാതെ ഡീലേഴ്സിന്റെ കുഴപ്പമല്ലത്. അതുകൊണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എനിവേ വന്നു അവസാനം. അതും ആ കമ്പനിയുടെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. കാരണം അത് വന്ന കാറുകൾ പുതിയതായിരുന്നു. അപ്പം അത് ക്വാറന്റൈനിലിട്ടു ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ്. സർപ്രൈസ്. കുറെ പേർക്കൊക്കെ ഓൾറെഡി മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ ഇതിന് മുമ്പത്തെ ഷോർട്സ് വീഡിയോ എന്നൊക്കെ മനസ്സിലായി കാണുമായിരിക്കും. എന്താണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വളരെ വില കുറഞ്ഞൊരു കാർ എടുക്കാം. നമുക്ക് വില കുറഞ്ഞതും അത്യാവശ്യം സാധനങ്ങളും ഉള്ളത് നമുക്ക് അത്യാവശ്യം ഓട്ടത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. വലിയ അടിപൊളി സാധനമൊന്നുമല്ല, ഒരു നോർമൽ, ഒരു സാധാരണ. ഞങ്ങൾ ആക്ച്വലി ആദ്യം സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ അപ്പൊ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് ഹാൻഡിന്റെ കാശും പുതിയ വില കുറഞ്ഞ ബ്രാൻഡുകളുടെ കാശും ഏകദേശം സെയിം ആണ്. 1-2 $2,000-3,000 ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ നമുക്ക് കാറിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ അറിയില്ലാത്ത ഒരാൾ പോയി സെക്കൻഡ് ഹാൻഡ് കാറ് കാണുമ്പോൾ അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നറിയില്ലാത്തത് കൊണ്ട് നമുക്ക് പേടിയായിരുന്നു. അത് എന്നാലും ഒത്തിരി പേർക്ക് ഇങ്ങനെ പണി കിട്ടിയതായിട്ടൊക്കെ കേട്ടു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു റിസ്ക് കുറവുള്ളത് ഈ ഒരു പുതിയ കാർ എടുക്കുന്നതാണ്. പുതിയ കാർ എടുക്കുമ്പോൾ 1 വർഷം രജിസ്ട്രേഷനും പിന്നെ വാറണ്ടി ഫുള്ളും അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ പഴയ കാറാകുമ്പോൾ ഓൾറെഡി ചിലപ്പോൾ അത് 20 അല്ലെങ്കിൽ 30-40,000 കിലോമീറ്ററൊക്കെ ഓടിയ വണ്ടിയായിരിക്കും. അപ്പോൾ അതിനാണ് ഇതിനേക്കാളും 2,000-3,000 വില കുറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് നോക്കിയാൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു നല്ല ഡീലായിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ പുതിയ കാറ് വരാനായിട്ടൊരു ഷോർട്ടേജും ഇല്ല ഓസ്ട്രേലിയയിൽ. എല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് വരുന്നുണ്ട്. കോവിഡിൻ്റെ സമയത്ത് കുറച്ച് പാടായിരുന്നു എന്ന് കേട്ട് അങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ വില കൂടിപ്പോയത്. അപ്പോൾ എനിവേ അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ കാർ എടുക്കാമെന്ന് വെച്ചു.
പക്ഷെ അത് വില കുറഞ്ഞതായിരിക്കണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് ഫൈനലി ഇപ്പോൾ എല്ലാം ഒത്തു വന്നു. ഇന്നല്ല നാളെയല്ലേ നമ്മുടെ സിംഗപ്പൂരിലെ സാധനങ്ങളെല്ലാം ഷിപ്പ് ചെയ്യുന്നത്? നാളെയാണോ ഇന്നോ നാളെയോ എനിവേ എന്നാന്ന് തോന്നുന്നു 29. ഇന്നാണ് കാർ അവര് കയറി പോകുവാണെങ്കിൽ ഇന്നത് കയറി പോകേണ്ടത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അതും കയറി പോകും, കാരണം അതും ഡിലേ ആയിരുന്നു. എഗെയിൻ ഷിപ്മെൻറ്റിൻ്റെ കാര്യം ആയതുകൊണ്ട് അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുവീഴ്ചകൾ വരുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് വരുമായിരിക്കും. എന്നിട്ട് വേണം നമുക്ക് ഹായനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കുമായിരുന്നു. എല്ലാം കൂടെ ബ്ലോക്ക് മാറുന്നത് സാധിക്കണേ എന്ന് വിചാരിക്കാം. അതെ, ഇത് കഴിച്ച് നമുക്ക് നിനക്ക് ജോലി എടുക്കാനുണ്ട്, എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മുടെ ഓഫീസ് റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വർക്കിംഗ് റൂം ആയിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ ജോബിന് അപ്ലൈ ചെയ്യുന്നതും നിബിൻ വർക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 ടേബിൾ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഇന്നത്തെ മെസ്സൊന്നും നോക്കണ്ട, നമുക്ക് ടേബിൾ മാത്രമേ ഉള്ളൂ, വേറെ സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതാണ് നിബിൻ്റെ ചെയർ കേട്ടോ. നിബിൻ്റെ ചെയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ചെയറാണ് എടുക്കുന്നത്. എനിക്ക് ചെയറുണ്ട്. നമ്മളൊരു ചെയർ വാങ്ങിച്ചായിരുന്നു, പിന്നെ ഒരു ചെയർ നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് വരുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുഡ് തിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടേബിൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നത്. നമുക്ക് ഓഫീസിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്, എന്നാലും ചെയർ വാങ്ങിച്ചെങ്കിൽ ഇതുവരെയായിട്ടും ഞാൻ ഇതിങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓഫീസിലൊക്കെ ആകുമ്പോൾ പിന്നെയും ഓർക്കും, പക്ഷേ വീട്ടിലായതുകൊണ്ട് ഞാനത് ഓർക്കാറേ ഇല്ല. എന്തായാലും ഇത് ഇങ്ങനെയുള്ളൊരു ടേബിൾ വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, എക്കണോമിക്കലി നമുക്ക് നല്ലൊരു കാര്യമാണ്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനൊന്ന് ഹൈറ്റ് പൊക്കി. അപ്പോൾ ഞാൻ സ്റ്റിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിബിൻ നമ്മുടെ ലോൺ കാർ കഴുകിക്കൊണ്ടിരിക്കുക. നമുക്ക് പോയി നോക്കാവേ ആളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ആ കാറിലൊരു കാഷ്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിബിനോട്. കഴുകുവാണോ എന്ന് ഞാനൊന്ന് നോക്കി നമുക്ക് വെരിഫൈ ചെയ്യാം. കഴുകട്ടെ. ഞാൻ പറഞ്ഞത് കണ്ടായിരുന്നോ നീ? ബേഡ് പൂപ്പ് ഇവിടെയാണത്. വീടിനാന്നറിയോ വീട് പണി നടക്കുന്നത്? ഞാനിവിടെ വന്നതിന് ശേഷം ആ വീട് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. പെട്ടെന്ന് ഇപ്പോൾ 2ാം നിലയായി. പക്ഷെ ഇപ്പൊ ഇപ്പുറത്തൊരു വീടുണ്ട്, അത് പക്ഷെ കുറെ നാളായിട്ട് പയ്യെയാണ് ചെയ്തു പോകുന്നത്. ഇത് ഭയങ്കര സ്പീഡിന് പൊങ്ങി വന്നു കേട്ടോ. എനിക്ക് ചില സമയത്ത് തോന്നി ഈ വീടൊക്കെ ഒട്ടും എന്താ വിലയില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു നമുക്ക്. അത് നിന്റെ കയ്യിലാ ഫോഴ്സ്, ആക്സിലേറ്റർ കൊടുക്കുന്ന പോലെ. വീട് പണിയുന്നത് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കമ്പികളാണ്, ബലം എന്ന് പറയുന്നത്. പെട്ടെന്ന് പണി കഴിയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു മാക്സിമം 6 monthsനുള്ളിലായിട്ട് വീട് റെഡിയായി വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഏരിയയിൽ ഭയങ്കര സൗണ്ടും ബഹളവും ഒക്കെയാണ്. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഇത് ഒമോഡ 5 കഴുകുകയാണ്. നല്ല ശക്തിയുള്ള, നമുക്ക് എനിക്കൊന്നൊരു നല്ല പൈപ്പ് വാങ്ങിക്കണം. ഇത് ചെടി നനയ്ക്കാനായിട്ട് കൊണ്ടുവന്ന പൈപ്പാണ്. ഇതിന്റെ സെൻസർ കടിച്ചു പോകുന്ന. സാരില്ല, അവിടെ ആരും ഇല്ല ഇപ്പം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇക്കയെ ചെന്ന് മിറർ വാങ്ങിച്ച കാര്യം കാണിച്ചില്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ മിറർ. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മളത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് ആണ്, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ബട്ട് എൻ്റെ സാധനങ്ങളെല്ലാം ഇപ്പോഴും സ്റ്റിൽ സ്കാറ്റേർഡ് ആയതുകൊണ്ട് ഞാൻ പല സ്ഥലത്ത് നിന്നാണ് റെഡി ആവുന്നത്. അതുകൊണ്ട് ഒരു പ്രോപ്പർ മേക്കപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗെറ്റ് റെഡി ആകാനുള്ളൊരു പ്രോപ്പർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതുവരെയായിട്ടും സെറ്റായിട്ടില്ല. എല്ലാം നമുക്ക് പയ്യെ സെറ്റാക്കാം. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് ക്ലൈമറ്റും വാട്ടറും എല്ലാം മാറിയതിൻ്റെ ആയിരിക്കാം. എനിവേ എന്തായാലും എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. കൊഴിഞ്ഞ് ഞാൻ മുട്ടയാകും എന്നെനിക്ക് തോന്നും ചില സമയത്ത്. ഒരു തട്ടിക്കൂട്ട് ലഞ്ചും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ ബീട്രൂട്ടും മെഴുക്കുവരട്ടിയും സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ടൊരു തോരനും ഇന്നലത്തെ ബാക്കി ചിക്കൻ കറിയൊക്കെ കൂട്ടി നമ്മൾ ലഞ്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങുവാണ് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകാൻ റെഡിയായാലും നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് ഇറങ്ങുള്ളൂ. അപ്പം പിന്നെ ഈ കാറ് കഴുകിയിട്ട് ശരിയായില്ല. നമ്മൾ കഴുകിയതിൻ്റെ എക്സ്ട്രാ ചെളി അതിനകത്ത് വന്നു. നിബിനാട്ടോ, അത് നിബിനാണത് അങ്ങനെ കുളമാക്കി വെച്ചത്. നിന്റെ ഒരു പഴയ ബനിയനാണത്. ഓക്കെ, ഇതാണ് നമ്മുടെ സബബ്. ഫുള്ള് വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ചുറ്റിനും ഇഷ്ടം പോലെ പുതിയ വീടുകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 1/2 hour ഉണ്ട്. അതെ, മറ്റേ സംഭവമാണ്. ഞങ്ങൾ നീങ്ങുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് അനങ്ങുകയാണ്. ഈ വണ്ടി തന്നോണ്ട് ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അപ്പൊ അത് പഠിക്കാൻ നമുക്ക് പറ്റി വേഗം. ഇതുവരെ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് നല്ല എളുപ്പമുണ്ടായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഇന്നൊരു മൂടി കെട്ടിയ ദിവസമാണ്. ഇത്രയും ദിവസം ഭയങ്കര സണ്ണി ആയിരുന്നു. ഇനിയിപ്പം മഴ വരാനാണോ ദൈവമേ, മഴ വന്ന മൊത്തം കുളമായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ. ഈ റോഡുകളിലൊക്കെ ഫുള്ള് വെള്ളം മുങ്ങും. ഫുള്ളും മഴ വന്നു കഴിഞ്ഞാൽ ഫുൾ വെള്ളപ്പൊക്കമാണ് അല്ലേ. വെള്ളക്കെട്ട് ഇങ്ങനെ കിടക്കും. കാണുമ്പോ കുന്നൊക്കെയാണ്, പക്ഷെ സ്റ്റില് വെള്ളം കെട്ടിക്കിടക്കും. മഴ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ചതുപ്പ് പോലത്തെ നിലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചീഞ്ഞ് അളിഞ്ഞ ആ ഒരു അവസ്ഥയിലാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് കാറുമായിട്ട് കാണാം. ഇടയ്ക്ക് വെച്ച് മൈക്ക് ഓഫ് ആയിപ്പോയി, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്താറായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ദേ ഇവിടെ ഫുള്ള് വണ്ടികളുടെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് ടൗൺ ആണ്, സിഡ്നിയിലെ ബ്ലാക്ക് ടൗൺ എന്ന് പറഞ്ഞ ഈ സ്ഥലമാണ്. ആണോ മിത്സുബിഷി ആണോ ഏതായിരിക്കും? നമ്മുടെ കാറിലേക്ക് ആവശ്യമായ എല്ലാ ഇൻസ്റ്റലേഷൻസും എക്സ്ട്രാ ഫിറ്റിങ്സും കഴിഞ്ഞിട്ട് നമുക്ക് കാറ് മതിയെന്ന് ഓൾറെഡി നമ്മൾ ഡീലറോട് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡാഷ് ക്യാമും അതുപോലെ തന്നെ വിൻഡോ ടിൻറ്റിങ്ങും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റിലായിരുന്നു നിബിൻ. അതെല്ലാം വരും ദിവസങ്ങളിൽ ശരിയാക്കി തരാമെന്നുള്ള ഉറപ്പിന്മേൽ നമ്മൾ ഇന്ന് തന്നെ കാർ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ ഡ്രീം കാർ, കണ്ടോളൂ. ഏകദേശം ഒരു 2 മാസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കാറാണ് കേട്ടോ ഇത്. കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നു. കാറിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയി, ചൈനയിൽ നിന്നുള്ള ഷിപ്മെൻറ്റ് ഡിലേ ആയി, അങ്ങനെ ഒത്തിരി അധികം പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് നമുക്ക് കാർ ഇത്രയും ഡിലേ ആയത്. എന്തായാലും ഫൈനലി നമുക്ക് കാറ് കിട്ടി. നമ്മൾ മനസ്സിൽ എങ്ങനെയാണോ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കാർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ വേണമെന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു. പറഞ്ഞ പോലെ ഒരു ചൈന ബ്രാൻഡാണ് ചെറി. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് അറിയാൻ പാടില്ലാത്തതുണ്ട്. അതെല്ലാം നമ്മുടെ ഡീലർ നമുക്ക് ക്ഷമയോടുകൂടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ അല്ലെങ്കിൽ പിന്നെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആകുമല്ലോ. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് ഹായക്കുട്ടൻ്റെ കാറൊക്കെ കാണിച്ചു. ഹായക്കുട്ടൻ ഇപ്പം തന്നെ സിഡ്നിയിലേക്ക് വരണം എന്നാണ് പറയുന്നത് കാറ് കണ്ടു കഴിഞ്ഞപ്പം. നമ്മളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഡീലർ തന്നെ നമ്മുടെ കാറ് റോഡിലേക്ക് ഇറക്കി തന്നു കേട്ടോ. അതോ നിബിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് കണ്ട് എക്സൈറ്റഡ് ആയിട്ടാണോ എന്നും അറിയില്ല. എന്തായാലും പുള്ളി നമുക്ക് കാറ് ഡ്രൈവേയിലേക്ക് ഇറക്കി തന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കാർ എടുത്തു. ഒരു കുഞ്ഞു കാറ്. അപ്പോൾ പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട്, നമ്മൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു കാർ ആയതുകൊണ്ട് അതിന്റെ എല്ലാ എന്താ പറയുക എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാർ എടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഫുള്ള് കാണിക്കാം. അല്ല, ഇതിനകത്ത് അത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബ്രാൻഡൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മള് ചെറിയാണ് അടുത്ത്, ചെറിയുടെ ടിഗോ 7 SE പ്ലസ്. അപ്പം ചൈനീസ് മെയ്ഡാണ്, അതുകൊണ്ട് ഒത്തിരി മെയിൻ ടെക്നോളജി വൈസ് ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ്. അതെ, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പം നമ്മൾ എക്സൈറ്റഡ് ആണ്. ഇത് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് പോകണം. അതുകൊണ്ട് ഓൾ ഗുഡ്. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, മിററൊക്കെ ഓക്കെ ആണോ നോക്കുന്നു. ഇപ്പം ഇത് ഏത് റൂട്ട് പോകണമെന്നാ? അല്ല, ഇതിൽ നാവിഗേഷൻ എടുക്കാമല്ലോ. നമ്മളങ്ങനെ ഒത്തിരി കാറൊന്നും ഡ്രൈവ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബെസ്റ്റായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇത്രയും അധികം എന്താ പറയുക ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടൊരു വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. ഞാൻ തമാശയായിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ CAD മൂസയിൽ ദിലീപ് അവസാന ക്ലൈമാക്സിൽ ഓടിക്കുന്ന കാറ് പോലെയാണെന്ന്. ഏത് ബട്ടൺ പ്രസ് ചെയ്താൽ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതെല്ലാം പഠിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാം. പിന്നെ എന്തായാലും നമുക്ക് ഇതുമായിട്ട് എന്തായാലും കുറച്ച് ഡ്രൈവൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അതൊക്കെ നടക്കുമായിരിക്കും.
പിന്നെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം ആയിരുന്നു കേട്ടോ സിഡ്നിയിലെ സ്പീഡ് ലിമിറ്റ്. നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വണ്ടിയിലാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്പീഡ് ലിമിറ്റ് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് യൂസ്ഫുൾ ആയിരുന്നു. വണ്ടിയും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ആ കാണുന്ന പാർക്കിനകത്ത് കാർ ഷെഡിനകത്ത് കാർ കയറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നും എന്തായാലും കയറ്റുന്നില്ല കേട്ടോ. നമ്മൾ ഇനിയിപ്പം ഡിന്നർ ഇന്ന് കാറ് മേടിച്ച സന്തോഷത്തിൽ പുറത്തുനിന്ന് കഴിക്കാനാണ് നിവിൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിവിനെയും കൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോകണം. ഇവിടെ സമയമൊന്നും ആയിട്ടില്ല, 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി വീട്ടിലേക്കൊക്കെ വിളിച്ച് നമുക്ക് കാറൊക്കെ കാണിച്ച് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഡിന്നർ കഴിക്കാനൊക്കെ പോകാനായിട്ട്. ഞാൻ ബാക്ക് സീറ്റും കൂടെ ഒന്നിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഓർത്തുണ്ടെങ്കിൽ കൂടെ ഇറങ്ങിയതാണ്. ഡീറ്റെയിൽ ആയിട്ടെല്ലാം നമുക്ക് പിന്നെ കാണിച്ചു തരാൻ കേട്ടോ. ഞങ്ങളും അങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ വണ്ടിയുടെ ഓരോ ഫീച്ചേഴ്സ്. പ്ലാനും മാറി കേട്ടോ. നമ്മൾ ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകാൻ ഓർത്തോട്ട് ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ സ്ഥിരം കൊറ്റി സ്നേഹ എന്നാണ് കേട്ടോ നമ്മുടെ കസിൻ്റെ പേര്. സ്നേഹയും സ്നേഹയുടെ ഹസ്ബൻഡ് രാഹുലും അവരുടെ ഒരു വാവ അവനിപ്പോൾ സ്കൂളിലാണ്. അവൻ്റെ ഡേ കെയറിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ വഴി നമ്മളെന്തോ ദോശ സ്പോട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ മൊത്തം പ്ലാനും മാറ്റി. ഇനി അവരുടെ വണ്ടിക്ക് നമ്മൾ പോകാം. 2 വണ്ടി എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ചെറിയനെ നമുക്ക് നമ്മുടെ വീട്ടിലിട്ടിട്ട് ദോശ കഴിക്കാൻ പോവാം അല്ലേ. നമ്മളാണെങ്കിൽ ആക്ച്വലി നാളെ അവരെ സർപ്രൈസ് ചെയ്യാന്ന് ഓർത്തുകൊണ്ട് ഡിന്നറൊക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി സർപ്രൈസ് ചെയ്യാൻ ഓർത്തോണ്ടിരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ വണ്ടി കിട്ടിയ ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് പേടി, വേറെ എങ്ങും പോകാനായിട്ട് പേടിയായതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് ഓർത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ട് നമ്മളെ സർപ്രൈസ് ചെയ്തു. സിറ്റി സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആവും കേട്ടോ. അതുപോലൊരു ഷോപ്പായിരുന്നു ഇത്. പക്ഷേ ദോശ നമ്മുടെ അടിപൊളി നല്ല നാടൻ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ടൈപ്പ് ദോശയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് പൊടി ദോശയായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ അവർക്ക് കുറേ സ്വീറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ടെംപ്റ്റേഷൻ തോന്നുന്ന രീതിയിലാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ട് ദോശയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. നമ്മുടെ വണ്ടി നൈസായിട്ട് കയറി പോയി കേട്ടോ. നമുക്ക് ഡൗട്ടായിരുന്നു ഗരാജിലേക്ക് കയറി പോകുമെന്നുള്ളത് ഡൗട്ടായിരുന്നു. എനിവേ ഹോപ്പ്ഫുള്ളി അതിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായില്ല. ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ട് കയറിപ്പോയി. ഇനി ബാക്കി വണ്ടികളുടെ കാര്യം നമ്മൾ പിന്നെ വണ്ടി എടുത്തിട്ടില്ല. വന്ന് കൊണ്ടുവന്നിട്ടതല്ല നമ്മൾ എടുത്തിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നാളെ പഠിക്കണം. അപ്പോൾ ഇന്ന് 2 നല്ല കാര്യങ്ങൾ സംഭവിച്ചു. നമുക്ക് പുതിയ കാറ് കിട്ടി. അതുപോലെ അറ്റ് ദ സെയിം ടൈം നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് സാധനങ്ങൾ ഷിപ്പ് ചെയ്തു വിചാരിക്കുന്നു. അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ മോർണിംഗ് ചെക്ക് ചെയ്തപ്പം കയറിയെന്നാണ്, പോകും ഇന്നെന്തായാലും കൺഫർമേഷൻ തന്നു. ആ 2 കാര്യങ്ങൾ നന്നായി സംഭവിച്ചു. പിന്നെ ഇനി എനിക്ക് ജോലി കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നു മെയ് എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു മാസമായിരുന്നിരിക്കാം. അതുകൊണ്ട് ടുവേർഡ്സ് ദി എൻഡ് ആയപ്പം നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നേരെയാകുന്നു എന്നുള്ളതാണ്. എനിവേ നമ്മളിപ്പം ഹാപ്പിയാണ്. നമ്മൾ എല്ലാം ഇനി ഹായനെ മാത്രം കൊണ്ടുവരുന്നുള്ളൊരു ആ ഒരു ടെൻഷൻ മാത്രമേ നമുക്കിപ്പോൾ ബാക്കിയുള്ളൂ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദൈവം അനുഗ്രഹിച്ചിട്ട് അതും ശരിയാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. കാറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇനി പഠിച്ചിട്ട് എല്ലാവരും കാണിച്ചു തരാം. നിങ്ങൾക്ക് കാറിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതെ, റിവ്യൂ ചെയ്ത് തരാം. കാരണം ഇത് അധികം ഫേമസ് ആകാത്ത കാറാന്ന് തോന്നുന്നു. അതെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ചെറി എന്നുള്ള ബ്രാൻഡ്. ഒരു പാസഞ്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. നല്ല വണ്ടിയാണ്. അപ്പം വണ്ടി ഭ്രാന്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ പറയാം. നമ്മൾ ആദ്യം വാങ്ങിക്കാൻ വിചാരിച്ച കാറുകളൊന്നും അല്ലായിരുന്നു. അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ എനിവേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പം മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, ബൈ.